ഗൈസ് ആദ്യത്തെ കാര്യം രണ്ട് കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് രണ്ട് കാര്യം നമുക്ക് പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് തുടങ്ങാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ് പെർമനന്റ് ബാൻ. അതായത് സിറ്റിയിൽ ടി ജിയിൽ ഒരുത്തിന് ഞാൻ പെർമനന്റ് ബാൻ കൊടുത്തായിരുന്നു. ഒന്നല്ല, ഞാൻ ഫേസ് ചെയ്യാൻ വിടാൻ കഴിച്ചില്ല. ഫേസ് ചെയ്യാൻ ഒന്നല്ല, 2 പേർക്ക് ഞാൻ പെർമനന്റ് ബാൻ കൊടുത്തായിരുന്നു. 2 പേർക്ക് പെർമനന്റ് ബാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ 4 പേര് സംസാരിച്ചായിരുന്നു. ഈ പറഞ്ഞ 4 പേർക്കും പെർമനന്റ് ബാൻ കൊടുക്കാനുള്ള ഓപ്ഷൻ എനിക്ക് ലിറ്ററലി ഉണ്ടായിരുന്നു. അപ്പോൾ ടി ജെ പോലത്തെ ഒരു ഗ്യാങ്ങിനെ ഉപദ്രവിക്കാനാണ്, അല്ലെ അവന്മാരെ ഇവിടുന്ന് കട്ട് ഓഫ് ചെയ്യാനാണെങ്കിൽ ആ 4 ബാനും എനിക്ക് ഒരുമിച്ച് ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ 2 പേർക്ക് ബാൻ കൊടുത്തതിന് ശേഷം ഒരുത്തൻ 2 ദിവസം മുമ്പാണ് ടി ജിക്കകത്ത് കയറിയെന്ന് ഞാൻ അറിഞ്ഞത്. അതായത് 2 ദിവസം മുമ്പാണ് അവൻ 2-3 ദിവസം മുമ്പാണ് ടി ജിക്കകത്ത് കയറിയത്. 2-3 ദിവസം മുമ്പേ ടി ജിക്കകത്ത് കയറിയതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഒരു പ്ലെയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിച്ച് ഒരു ഗ്യാങ്ങിലോട്ട് കയറുക എന്ന് പറയണത് കുറച്ച് ഹാർഡ് വർക്കുള്ള കാര്യമാണ്. അത് കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ അവൻ്റെ ബാന് എൻ്റെ സൈഡിൽ നിന്ന് ഞാനത് ലിഫ്റ്റ് ചെയ്ത് കൊടുത്ത്. അതായത് ടി ജിയിലെ ഡ്രേക്ക് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഇത് എനിക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുത്ത്. എനിക്ക് നിന്നെയൊക്കെ കട്ട് ഓഫ് ചെയ്ത് ഇവിടെ കളിപ്പിക്കാതിരിക്കാനാണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഡൊമിനിക് എന്ന് പറയുന്നവന് ഞാൻ പെർമനന്റ് ബാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ ഇനി പറഞ്ഞത് ഇൻറ്റൻഷനലിയോ അല്ലാതെയോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നീ ഇരുന്ന് തള്ളക്കി പറയുന്നതും അതും ഇതും എല്ലാം നീ ഒരു വട്ടം അല്ല നിൻ്റെ സൈഡിൽ നിന്നത്. നിനക്ക് ബാൻ കിട്ടിയത് അതിനാണെന്ന് വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ മതി. ആദ്യം ഒരു വട്ടം നീ സാവേജിനെ തള്ളക്കി പറഞ്ഞിട്ട് നീ വന്ന് സോറിയൊക്കെ പറഞ്ഞ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് തരാം. പെട്ടെന്ന് അടുത്ത ദിവസം ഡൊമിനിക് എന്ന് പറയുന്ന ലൈവ് വന്നിട്ട് ഞാൻ ഈ ലൈവ് കഴിയുമ്പോൾ ഡിസപ്പിയർ ആവും. അപ്പോഴത്തേക്കും ചാറ്റിൽ അയ്യോ എൻ്റെ ഡൊമിനിക്ക് പോയേ എന്ന് പറഞ്ഞ് കുറേ എണ്ണം ചാറ്റിൽ അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും എന്നിട്ട് അവർക്ക് പവറുണ്ട്, അവർക്ക് ഇതുണ്ട്. എന്നാലും അവൻ പറയണത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക അവിടെ ഒരുത്തനും ഇല്ല. മനസ്സിലായി? അവൻ പറഞ്ഞത് തെറ്റാണെന്ന്. അവൻ വീട്ടിൽ വന്ന അമ്മയെ, ഞാനത് പറയണില്ല, ഇങ്ങനെ ഒരു 3 വട്ടം വാസു നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ നിൻ്റെ അമ്മ ഇങ്ങനെ ഒരു 3 വട്ടം അവനായിരുന്നു പറഞ്ഞത്. ഇതിനു മുമ്പ് ഇവൻ്റെ വായിൽ നിന്ന് പലവട്ടം വീണിട്ടുണ്ട്. മനസ്സിലായ? ഇതിനു മുമ്പ് ഇവൻ്റെ വായിൽ നിന്ന് ഇത് കുറേ വട്ടം വീണിട്ടുണ്ട്. അവൻ ഇരുന്ന് അവരായിരിക്കണം. എന്നിട്ട് നീ വിക്ടിം കാർഡ് കളിക്കരുത് നീ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഇത് വാസു കാരണം നിർത്തിപ്പോയ ആൾക്കാരുടെ ലിസ്റ്റിലേക്ക് ഒരാളൂടെ. വാസു കാരണം നിർത്തിപ്പോയ ലിസ്റ്റ് ആരൊക്കെയാണെന്ന് കേൾക്കണോ നിനക്ക്? എന്നിട്ട് നീയൊക്കെ പറ ഡിസേർവ് ഒന്ന് സ്റ്റൈൽ സോപ്പി. അത് പിന്നെ ഇപ്പൊ പെർമനന്റ് കിട്ടിയേക്കുന്ന എൻ്റെ പേരല്ല. ഞാൻ എന്നിട്ട് റിമൂവ് ചെയ്ത് കൊടുത്ത് എൻ്റെ അച്ഛൻ്റെ പേര് വിളിച്ചിട്ട് ഒരുത്തൻ്റെ ഇത് വന്നപ്പോൾ അവനും ഞാൻ പെർമനന്റ് ബാൻ റിമൂവ് ചെയ്ത് കൊടുത്ത്. ഞാൻ ആർക്കൊക്കെ എനിക്കെതിരെ വന്നിട്ട് ആർക്കൊക്കെ ഞാൻ ഇവിടുന്ന് ബാൻ കൊടുത്തിട്ടുണ്ട്, ആ പെർമനന്റ് ബാൻ അല്ല ഒരു 2 മാസം കഴിയുമ്പോൾ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരുത്തൻ്റെ പെർമനന്റ് ബാൻ അങ്ങനെ ഇടല്ല. മറ്റേ SRR ഒരു പയ്യനുണ്ടല്ലോ, ഒരാളുടെ പെർമനന്റ് ബാൻ ഞാൻ മാറ്റി കൊടുത്തില്ലേ? SRRയുടെ ആരാണെന്ന് തോന്നുന്നു, ആരോ ഉണ്ടെന്ന് തോന്നുന്നു. അതോ ഇപ്പോഴും അതിൻ്റെ പെർമനന്റ് അങ്ങനെ കുറേ പേരുണ്ട്. ഇങ്ങനെ കുറേ പേരുടെ പെർമനന്റ് ബാൻ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതാക്കിയിട്ടില്ല. ഞാൻ അത്രയ്ക്ക് റിവലറി ഒന്നും കീപ്പ് ചെയ്തിട്ടുള്ള ആളൊന്നും അല്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ട്യൂബ്ലൈറ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നീയൊക്കെ മറ്റേ ഇങ്ങനെ എടാ നീ എന്നിട്ട് അവർ ചാറ്റിൽ അവൻ പറയുവാണ് നിങ്ങൾ പോയി വാസുവിനോട് സംസാരിക്കും. എടാ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ചാറ്റിൽ TVA വേഴ്സസ് TGA ഈ സിറ്റുവേഷൻ കാണുന്നവർക്ക് മാത്രം അറിയാം, അല്ലാത്തവരോട് ഞാൻ പറയുമല്ലത്. TVA വേഴ്സസ് TGA നടന്നാൽ ഞാൻ സിറ്റിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവന്മാരൊക്കെ പറഞ്ഞിടിയിപ്പിക്കും. മറ്റേ #, കൊട്ടവാസു നിടറ എന്ന് കമൻറ്റിലുള്ള ആൾക്കാർ നിങ്ങളെപ്പോലെ വ്യൂവേഴ്സിനോട് # സ്പാം ചെയ്യാൻ പറയിപ്പിക്കും. ഇത് കണ്ടിട്ടുള്ളവർക്ക് നല്ലതുപോലെ അറിയാം ഇത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത്. എന്നിട്ട് അവൻ പറയണത് അവൻ OCയിൽ ഒന്നും ചെയ്യാറില്ലെന്ന്. ഇതൊക്കെ സിറ്റിക്കകത്താണ്. ഈ മോഡറേറ്റേഴ്സിനെ കൊണ്ട് മോഡറേറ്റർ ആയിട്ടുള്ള ആൾക്കാർ വരെ അവിടെ സ്പാം ചെയ്യും. കേസ് നിങ്ങൾ നോക്കിയാൽ മതി. മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ അവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് അവർ കൊണ്ട് സ്പാം ചെയ്യിക്കുക. എന്നിട്ട് ഇത് OCയിൽ അവനൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊക്കെ നിന്റെ OC ഫ്രസ്ട്രേഷനാണ് ബ്രോ. ഇതൊക്കെ നിന്റെ OC ഫ്രസ്ട്രേഷനാണ്. അതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ നീ പറഞ്ഞതിനാണ് നിനക്ക് കിട്ടിയത്. നീ ഇപ്പോൾ വീണ്ടും ഇരുന്ന് തള്ളയ്ക്ക് പറഞ്ഞതിനാണ് മെയിനായിട്ട് നിനക്ക് കിട്ടിയത്. നീ വീട്ടിൽ വന്ന് നീ അത് പുറത്തെവിടോ ആണെന്നുള്ള ധൈര്യത്തിലാണ് നീ ഇരുന്ന് പറയണമെന്ന് അറിയാം. നാട്ടിലാണ് നിനക്ക് തല്ലും കൊള്ളുമെന്ന് എനിക്കറിയാം. പുറത്തെവിടോ ഏതോ ഒരു രാജ്യത്തിരിക്കുന്നതിൻ്റെ ധൈര്യമാണ് നീ കാണിക്കുന്നതെന്ന് നല്ലതുപോലെ എല്ലാവർക്കും അറിയാം. അത് പോട്ടെ, അത് കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ഞാൻ വേറൊരു കാര്യത്തോടെ പറയാം. നിന്റെ കൂട്ടത്തിലൊരു NBC ഉണ്ട്, നടക്കാൻ പോലും അറിയാത്ത ഒരുത്തൻ. മറ്റേ എല്ലാ മീറ്റിങ്ങിന് വരാൻ വേണ്ടി മാത്രം കോലീഡറാക്കി വെച്ചേക്കണ ഒരുത്തനില്ലേ, അവനെ ഞാൻ ഈ ലിസ്റ്റിൽ അറിഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്താത്തതാണ്. കാരണം അതൊരു ഫ്രീക്കില്ല. അറ്റ്ലീസ്റ്റ് നീയൊക്കെ ആണ് ഡൊമിനിക്ക്, എനിക്ക് പിന്നെ നിന്നെ റെസ്പെക്ട് ഉണ്ട്. നീയൊക്കെ അറ്റ്ലീസ്റ്റ് തിരിച്ചെങ്കിലും വെടിവെക്കും. അവൻ അങ്ങനെയല്ല. അവന് കശത്ത് വെടിവിട്ടിയ കഷം ചോറിട്ട് എവിടുന്ന് അടി കിട്ടിയെന്ന് പോലും അറിയത്തില്ല ആ പയ്യന്. അതുകൊണ്ടാണ് അവനെ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. അവന് ഞാൻ പെർമനന്റ് ബാൻ ഇടാൻ എൻ്റെ കാര്യം അതാണ്. അവനും ഇത് പറയുന്നുണ്ടത് ഞാൻ കണ്ടതാണ്. പിന്നെ അവനും മറ്റേ ഡ്രേക്കിനും എൻ്റെ സൈഡിൽ നിന്ന് ഒരു ചാൻസ് വന്നതായിട്ടങ്ങ് വിചാരിച്ചാൽ മതി.
നിനക്ക് പിന്നെ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് വന്ന് സംസാരിക്കും. നീ എന്നോട് വന്ന് സംസാരിച്ചിട്ട് സെർവറിൽ കയറിയാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് നിനക്ക് പെർമനന്റ് ബാൻ ഇട്ട് നിന്റെ ഫ്യൂച്ചർ കളയണമെന്നും ഇതൊന്നും ഇല്ല. നീ പറഞ്ഞ കാര്യം ഭയങ്കര ഒഫൻസീവാണ്. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വന്ന് എന്നോട് സംസാരിച്ചിട്ട് നീ സെർവറിൽ കയറിയാൽ മതി. ഇനി നീ എൻ്റെ സെർവറാണെന്ന് പറഞ്ഞാലും ഇനി ടി വിയുടെ സെർവറാണെന്ന് പറഞ്ഞാലും എനിക്കൊരു കോപ്പുമില്ല. ടി വിയുടെ സെർവറാണെങ്കിൽ എന്തിനാണ് ബുദ്ധിമുട്ടി ഇവിടെ കളിക്കുന്നത്? വേറെ സെർവറിൽ പോയി കളിച്ചൂടെ? അതിൽ കൂടുതൽ എനിക്ക് ഈ ഒരു കാര്യത്തിലൊന്നും പറയാനില്ല ഗൈസ്. ഈ ഒരു കാര്യത്തിലൊന്നും പറയാനില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഭാഗ്യത്തിനെന്തോ ഞാൻ ട്രിഗർ ആയില്ല. ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ വേണ്ട, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് തന്നെ പറയണമെന്ന് ധാരാളമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. വെൽക്കം ടു ദ സ്ട്രീം. വെൽക്കം. അപ്പോൾ ലിഫ്റ്റ് ചെയ്യണ്ട ഗൈസ്. നിങ്ങൾ ചെയ്യല്ല. ഇതിപ്പോൾ ഇവൻ മറ്റേ ചാറ്റിലെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഗൈസ് ഇവൻ്റെ ഒരു 10-15 പേരുണ്ട് ഈ സ്ഥിരം സ്പാം ചെയ്യുന്നത്. അവരെ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം കേട്ടാ ഗൈസ്. ഇവൻ്റെ പെർമനന്റ് ബാൻ ലിഫ്റ്റ് ചെയ്യണോ ഗൈസ്? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് റെസ്പോൺസ് നോക്കിക്കോട്ടെ. ഹി ഡിസർവ് ഇറ്റ്. വേണ്ട. നോ. അയ്യോ എടാ, നിനക്ക് ചാറ്റിൽ അത്രയും പേര് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എനിക്ക് ഈ പറയണവരെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ എടാ? പക്ഷെ എനിക്ക് ഇവർ ഇമ്പോർട്ടൻ്റ് കണ്ട അവർ ഇട്ട് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. ഗൈസ്, നമ്മുടെ ഷൗടെക്സിന്റെ വീഡിയോക്കകത്ത് വരെ വന്ന ഒരുത്തനുണ്ടല്ലോ, വജീറ്റ എന്ന് പറഞ്ഞിട്ട്. വജീറ്റ എന്തോ TV എന്തോ പറഞ്ഞിട്ട് TG എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. ഇവൻ പോയി കമന്റ് ഇടാതെ ഇവൻ ഇതിനു വേണ്ടി ജീവിക്കണതാണ്. ഇവൻ ഇത് പോയി ആരെനിക്ക് എന്ത് വീഡിയോ, ഇവന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരണത്. ഇതിനു വേണ്ടി ജീവിക്കും. അവൻ പറയണത് കർമ്മ കിട്ടും, അത് കിട്ടും. ബ്രോ, ആദ്യം നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എങ്ങനെയാ കളിക്കണ്ടേ, എന്താ പറയണ്ടേന്ന് അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവനെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ. എന്നിട്ടല്ലേ ബാക്കിയുള്ളവർ. അവനിപ്പോൾ കിട്ടിയത് അവൻ കാണിച്ചതിൻ്റെ കർമ്മയാണ്. അതാദ്യം അവനെ നീ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. ആൻഡ് എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട് ഗൈസ്. എനിക്ക് കഴിഞ്ഞ ദിവസം ജോക്കിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ റെക്കോർഡ് സൂപ്പർ ചാറ്റ് ആയിരിക്കും. നെവർ എവർ എ സ്ട്രീമർ അച്ചീവ്ഡ് ദാറ്റ്. 4.5 ലക്ഷം രൂപ സൂപ്പർ ചാറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ആൻഡ് ഒരു സ്ട്രീമർക്കും ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ടോപ്പ് 5 ടോപ്പ് 3 എന്തോ ഉള്ള അച്ചീവ്മെൻ്റ് ആണ്. ഇന്ത്യ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ടോപ്പ് സൂപ്പർ ചാറ്റാണ് എന്നെ സിംഗിൾ സ്ട്രീം. അതാ മറ്റേ ലിസ്റ്റിൽ ഞാൻ കണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ഒരു സൂപ്പർ ചാറ്റ് വന്നപ്പം കുറച്ച് പെർട്ടിക്കുലർ ആൾക്കാരെ ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടന്റ് ആക്കിയിട്ട് കമൻറ്റിൽ ആഘോഷിക്കുന്നത് കണ്ടായിരുന്നു. ഇതൊരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണ്, സ്ക്രിപ്റ്റഡ് സാധനമാണ്. അതായത് കഴിഞ്ഞ ദിവസം വേറൊരു സ്ട്രീമിൽ വേറൊരാൾക്ക് കിട്ടിയതിൻ്റെ കൗണ്ടർ, TVയുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ ചെയ്ത പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഗ്രൂപ്പിലും കുറേ കാര്യങ്ങളായിട്ട് വന്നു, അല്ലാതെ കുറേ കണ്ടന്റും വന്നു. ഗൈസ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ അടുത്തൊക്കെ. നീയൊക്കെ ചിലപ്പോൾ ഇന്നലെ RP കാണാനും നീ ഗെയിം കാണാനും സ്ട്രീം കാണാനും തുടങ്ങിയവരായിരിക്കും. പുള്ളി ചെയ്തതിൻ്റെ ശരത്തേട്ടൻ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സൂപ്പർ ചാറ്റ് ചെയ്തതും പേഴ്സണൽ സഹായം ചെയ്തതും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ അച്ഛനമ്മമാരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്ത പൈസ, ഈ പൈസ എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ പോലും അതിൻ്റെ ഒരു 2% പോലും വരത്തില്ല പുള്ളിക്ക് കിട്ടിയ സൂപ്പർ ചാറ്റ്. നിനക്കൊന്നും അറിയത്തില്ല, എനിക്കറിയാം. പുള്ളിക്ക് ഇതൊന്നും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് അറിയാം പുള്ളി ചെയ്തത് എന്താണെന്ന്. മനസ്സിലായ? ഈവൻ ദോ ഞാൻ പലവട്ടം പോലും ഞാൻ ബ്ലൈൻഡിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. എനിക്കറിയാം. കാരണം ബ്ലൈൻഡിൽ വേറെ മാനേജ്മെൻറ്റിൽ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആരുടെ വേണമെങ്കിലും തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ബ്ലൈൻഡിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. അത് ശരത്തേട്ടനെ ചൂണ്ടിക്കാണിയിട്ടോ ആ സാധനമല്ല ഞാൻ പറഞ്ഞത്. ബ്ലൈൻഡിൻ്റെ മാനേജ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്കത് വെളിയിൽ നിന്ന് കാണുമ്പോൾ സാത്താനും ജോഗിയും മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ എനിക്കറിയാം. പക്ഷേ ഫ്രം ദ ബിഗിനിങ് പുള്ളി പേഴ്സണലി ചെയ്തൊരു കാര്യങ്ങളോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അത് അങ്ങേർക്ക് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിനക്കൊക്കെ എന്ത് വേണമെങ്കിൽ ഇതുപോലെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ശരത്തേട്ടനായാലും ഞങ്ങളൊക്കെ ആയാലും ആ സമയത്ത് അതിൻ്റെ ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂസൊക്കെ വന്ന് ഒരുമാതിരി മൂഞ്ചി തെറ്റി നിന്നൊരു സമയമുണ്ട്. ശരത്തേട്ടനും ഇപ്പോഴും പുള്ളി അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. 4 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപ ഞങ്ങൾ പ്ലാൻ ചെയ്ത് യൂട്യൂബിന് 40% കൊടുത്തിട്ട് ബാക്കി 2 ലക്ഷം രൂപ പുള്ളിയുടെ അക്കൗണ്ടിൽ ഇടാൻ ഞങ്ങളുടെ തലയ്ക്ക് ഓളവും. ഞാൻ ആ പൈസ ഉണ്ടായിരുന്ന നേരെ പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളിയുടെ മറ്റേ ഇൻകം ടാക്സിന്റെ അതിനെ കടം വീട്ടാൻ പറഞ്ഞേനെ. നിനക്കൊക്കെ എന്താ ഇങ്ങനെ ബ്രോ? ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ലോജിക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണ്ട ഇത് ചെയ്യാന്. റാംബോ ബ്രോയുടെ സബ്സ്ക്രൈബ്. റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച്. ഈഗിൾ ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ, താങ്ക് യു സോ മച്ച്.
അപ്പൊ അതൊന്ന് പറയുന്നുണ്ടോ? ജോക്കിക്ക് അത് ഭയങ്കര വിഷമമായി കേട്ടോ. ജോക്കി എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ദേവൂട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ ദേവൂട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിൽ തിയേറ്ററിൽ കളി കാണാൻ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അമീഗോസിലൊക്കെ കയറി ചെറിയൊരു ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ജോക്കി ഇരുന്ന് പറയാ, എടാ എല്ലാവരും അങ്ങനെയാണോ വിചാരം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേടാ ആർക്കും വേണ്ടി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേടാ, നീ എടാ എനിക്കിത് വിഷമമാണ്, ഇത് അന്ന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു പറഞ്ഞ ജോക്കി ഭയങ്കര ഈ സെന്റിമെന്റലൊക്കെ ആളാ. അത് കണ്ടപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ബാഡായി. അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളത്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ബാഡായി, സത്യം പറയാലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട കൈസ് ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് ഒരു നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലൈനപ്പ് ഇന്ന് ഇവിടെ കാണുന്ന 15,000 ഗെയിമിംഗ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്നു 10,000 പേരുടെ ഫേവറേറ്റ് വൺ ഓഫ് ദ ഒരു ലൈനപ്പ് ആയിരുന്നു ബ്ലൈൻഡിൻ്റെ ലൈനപ്പ്. ആ ലൈനപ്പ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് ഏറ്റവും വലിയ ഫോണും ഒന്നും നോക്കാതെ 5 എണ്ണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങേര്. നിങ്ങൾക്കൊക്കെ ഇത് പഴങ്കഥയായിരിക്കും, പക്ഷെ അനുഭവിച്ചവർക്കറിയാം, അല്ലെ ഇത് കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം അത് എന്തൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ന്. എനിക്ക് പോലും ഞാൻ ഇന്നൊരു ഗെയിമറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഫോണിൽ നിന്നാണ് ഞാൻ എല്ലാം തുടങ്ങിയത്. എല്ലാം തുടങ്ങിയത് ഒരു ഫോണിൽ നിന്നാണ്. രഞ്ജു ചേട്ടനൊക്കെ വാങ്ങിച്ചു തന്ന ഒരു ഫോണിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ശരത്തേട്ടൻ എനിക്ക് PC വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ അറിയാം ഇപ്പം ഈ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കറിയാം കറൻ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം എന്താണെന്ന്. അതിനെയൊക്കെ ചോദ്യം ചെയ്യുക, അതിനെയൊക്കെ ഇതാക്കുക എന്ന് പറയണത് ഭയങ്കര ഇതാണ്. കാരണം പുള്ളിക്ക് അത് കിട്ടിയത് പുള്ളി ചെയ്തതിൻ്റെ പറഞ്ഞില്ലേ, പുള്ളി അത് ചെയ്തു കൊടുത്തതിൻ്റെ കർമ്മയാണ് അങ്ങേർക്ക് ഇപ്പം തിരിച്ച് കിട്ടിയത്. അല്ലാതെ അതിനകത്ത് വേറെ ഈ പറയണത് പോലെ സ്ക്രിപ്റ്റും കോപ്പും ഒന്നും ഇല്ല. വട്ടുണ്ടോ, തലയ്ക്ക് ഓളം ഉണ്ടോ നമുക്കൊക്കെ? സോ ഗൈസ്, എനിവേ എത്ര